സീസണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ഏത് സമയത്ത് നമ്മൾ കണ്ടാൽ ഉടനെ എടുക്കാൻ പറ്റുന്ന നമ്മളെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നൈറ്റിയാണ്. ഇപ്പോൾ പണ്ടെല്ലാം ഒരു വർഷത്തിൽ 3-4 നൈറ്റി അങ്ങനെ ഇടുകയുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഒരു മാസത്തിന് ഒരു നൈറ്റി ഇങ്ങനെ ഇട്ടിട്ട് റൗണ്ടായി ഇത് വരുമ്പോക്കിന് ഒരു മാസം തന്നെ ആവും. 10-15 മാക്സി ഓരോരുത്തരുടെ അടുത്തുണ്ടാവും. കാണുമ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടത് എടുക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ 320 അടിപൊളി ഷാൾ മാക്സികളാണ്. 320 ഷാൾ മാക്സികളുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒത്തിരി ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ഇതുവരെ 320 അജ്രക്കിലും കിട്ടിയിട്ടില്ല, അജ്രക്കല്ലാതെയും കിട്ടിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇത് മെറൂണ്, നേവി ബ്ലൂ, റെഡ്, ഈ 3 കളർ മാത്രമേ ഉള്ളൂ. 4 ഡിസൈനിലായിട്ട്. ഇത് 200 പീസ് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അതിൽ 140 പീസും ഇന്നുമായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്, വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ. വെറും 60 പീസാണ് ഇനിയുള്ളത്. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കണില്ല. ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ മിനിമം 10 പീസ് കൊടുക്കണം. ഞാൻ കൊടുത്തതൊന്നും ഹോൾസെയിലായിട്ടല്ലേനും നമ്മളടുത്ത് റീറ്റെയിലായിട്ട് അടിക്കാനുള്ള നമ്മളെ കസ്റ്റമേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർ നമ്മളെ ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ അത് സെറ്റായി. അപ്പോൾ ഇനി ഓർഡർ കൊടുത്തിട്ട് 320 ഇനിയപ്പോൾ അടുത്തൊന്നും കിട്ടാനുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ ഒരു പീസുകൾ ഞാൻ ഹോൾസെയിൽ കൊടുക്കണില്ല. എടുക്കുന്നവർക്കൊക്കെ 1 2 3 എടുക്കുക. 3 കൂടുതൽ ആർക്കും കൊടുക്കണില്ല. അപ്പോൾ നമ്മളെ അടുത്തുനിന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡെയിലി ഇടാനുള്ള സ്വന്തമായിട്ട് അടിച്ചിട്ടിടാനുള്ള ആഗ്രഹത്തിന് ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ 10 ബാക്കി പീസുകൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 3 വേണമെങ്കിൽ എടുക്കാം. അജരക്കൊക്കെ എടുക്കണവർക്ക് അങ്ങനെ 3 വേണമെങ്കിൽ എടുക്കാം. എന്നാലും 10 ആർക്കും തരണില്ല. കാരണം ഇനിയിപ്പോൾ ചോദിച്ചിട്ട് ഞാൻ ഒരു വിധം മെറ്റീരിയലുകളൊക്കെ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ ആ കൂട്ടത്തിൽ ഇനി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ കിട്ടാനില്ല. വേണമെന്നുള്ളവർ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നീ ഷാളില്ലാത്ത സാധാ പീസുകളുണ്ട്, അത് വേണ്ടവർക്ക് അതെന്ത് ചെയ്യാം, 320 പീസുകൾ വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഹോൾസെയിലായിട്ട് തരാം. ഷാളില്ലാത്ത 290 ഉണ്ട്. 290 ഷാൾ മാക്സികൾ അജ്രക്കിൽ കിട്ടിയിട്ടില്ല. അജ്രക്കല്ലാത്തൊരു 3-4 പീസുകളുണ്ട്, ആ പുലിപ്പുള്ളി മോഡലുള്ള പീസ്. അതും വീഡിയോ എടുക്കാൻ മാത്രമില്ല, അത് 3 പീസ് തന്നെ ആകെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതിൽക്കുള്ള ഷാളും നൈറ്റിയും കൂടിയാണ്, അജ്രക്കിൻ്റെതാണ്. 320 ഇതുവരെ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇത്ര ഡിമാൻഡായിട്ടുള്ളത്. ഞാൻ മലപ്പുറം ചമ്മാടാണ്. ഈ ഷോപ്പല്ല, വീട്ടിൽ വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. 12 വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട്. ഒരുപാട് പേര് നിങ്ങളെ നാടെവിടെയെന്ന് അറിയാത്തതുകൊണ്ടാണ് എടുക്കാൻ. പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഇതുവരെ ചെയ്യാതിരുന്നവരാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇപ്പോഴും എല്ലാവർക്കും സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് തുടങ്ങി എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടും. ഇന്ന് വിളിച്ച ഒരാളും ചോദിച്ചതാണ്, ഇത് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോയെന്ന്. എനിക്ക് തോന്നുന്നത് ഡ്രസ്സ് ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ കിട്ടുക ഈ ഒരു നൈറ്റി ബിസിനസ്സിൻ്റെ ഫീൽഡിലാണ്. കാരണം ഇത് വല്ലാതെ നമുക്ക് റീസ്റ്റോക്ക് വരും. നമ്മളെ അങ്ങാടിയിലൊക്കെ ഇറങ്ങിയാൽ കാണാം, പകുതി മുക്കാലും ഷോപ്പുകളിൽ എന്താണ് പകുതി വിലക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കെട്ടിക്കിടന്നിട്ട് എന്ത് ചെയ്യാണ് അവർ, ആദായ വിൽപ്പന എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളൊക്കെ കയറിയിട്ട് നിങ്ങളൊന്ന് നോക്കുക, അവിടെ എവിടെയെങ്കിലും നൈറ്റി ഉണ്ടോ നോക്കുക. അങ്ങനെ കെട്ടിക്കിടക്കണായിട്ട് നൈറ്റി ആരും അങ്ങനെ സെയിൽ ചെയ്യൂല. അതിൻ്റെ സംഭവം എന്താ അറിയോ, ചുരിദാർ, സാരി, ബാക്കി എല്ലാ സംഭവങ്ങളും എന്താവും, ട്രെൻഡ് മാറും. ഓരോന്നിനും ഓരോ ഫിലിമിൻ്റെ പേരൊക്കെ ആയിട്ടാണ്ട് ഇറങ്ങലാണ്. പക്ഷേ ഈ നൈറ്റിക്ക് അങ്ങനെ ഒരു ട്രെൻഡ് മാറ്റം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് എൻ്റെ ഉമ്മ എടുത്ത് കണ്ടിരുന്ന ഒരു ചുങ്കിടി മാക്സി, അതേ തുണി ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ പുതിയ മോഡലായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ പ്ലെയിൻ്റെ നൈറ്റികൾ, പ്ലെയിൻ തുണിയിൽ പണ്ട് മുതലേ കാണണം, അതിപ്പോൾ വീണ്ടും ട്രെൻഡായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ് കേടും. ഇനിയിപ്പോൾ ട്രെൻഡൊന്നും അല്ലെങ്കിൽ നമ്മളെ വല്യമ്മമാർ അവർ ട്രെൻഡൊന്നും നോക്കൂല, ഏത് പുള്ളിയായാലും അവരിടും. അപ്പോൾ ഏത് മോഡലിലായാലും ഇപ്പോൾ ചെറിയ പുള്ളികൾ വലിയ ആളുകൾക്ക് കുറച്ച് പ്രായ ആളുകൾക്ക് പറ്റുമെങ്കിൽ എന്താണ്, വലിയ പുള്ളികൾ വലിയ പ്രായമില്ലാത്തവർക്ക് പറ്റും. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഈ തുണികളെ കൊണ്ട് ഇപ്പോൾ കൂടുതലും ടോപ്പും പാൻറ്റും അടിച്ചിട്ട് അങ്ങനെ പോകുന്നു. ചെറിയ പെൺകുട്ടികൾക്ക് വരെ കൂടുതലും ഇഷ്ടം അവർ കോളേജ് വിട്ട് വന്നാൽ
സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊന്ന് റിലാക്സ് ആയിട്ട് മേലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് അങ്ങനെ ചെറിയ കുട്ടികൾ വരെ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ എൻ്റെ അടുത്ത് നിന്ന് നൈറ്റ് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. അപ്പം അത് നമ്മളെ ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3-4 നൈറ്റ് അടിച്ചിട്ട് അങ്ങനെ അത് സ്റ്റാറ്റസ് വെക്കുക, എന്നിട്ട് അടിക്കാതെ അങ്ങനെ ഇരിക്കരുത്. ആവശ്യക്കാരോട് ആവശ്യമുള്ള പോലെ ചോദിച്ചറിഞ്ഞാൽ ആവശ്യം നമ്മളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിച്ചാലൊക്കെ ബിസിനസ് സക്സസ് ആവും. അത് ആരെങ്കിലും വന്നാൽ അവർക്ക് വേണമെങ്കിൽ അവർ വാങ്ങട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്നാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മളെന്താണ് ചെയ്യണത് അതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ റിസൾട്ട് വരിക. സക്സസ് ആയില്ല ബാക്കിയാണെന്ന് പറഞ്ഞിരിക്കണോലും ഇങ്ങനെ പറഞ്ഞിരിക്കാതെ നമ്മളെ പരാജയം ആരും ആരോടും പറയാൻ പാടില്ല. വിജയങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ ആരോടായാലും. ലാഭവും നഷ്ടമൊക്കെ എന്താണ് ഒരു ബിസിനസ്സിന് പറഞ്ഞതാണ്. സക്സസ് മാത്രം പ്രതീക്ഷിച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങി നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയാലാണ് സക്സസ് ആവുമോ ലോസ് ആവുമോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പരിശ്രമിക്കാതെ നമുക്കൊന്നും നേടിത്തരാൻ ആരെക്കൊണ്ടും പറ്റൂല. പിന്നെ അത് ചെയ്യാനുള്ളൊരു മനസ്സും കൂടി നമുക്ക് സ്വയം ഉണ്ടായി വരണം. ഒരുപാട് സമ്പാദിക്കാനും ഒരുപാട് കോടീശ്വരന്മാരാവാനും ഒരുപാട് എന്താ പറയുക വലിയ വലിയ ആളുകളാവാനൊന്നും ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് സാധിച്ചില്ല എന്ന് വരും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ളത് മറ്റൊരാളോട് ചോദിക്കാതെ നമ്മളെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം എന്നുള്ളൊരു അവസ്ഥ വരില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമ്മളെ കയ്യിലിരുന്നാൽ സമയം ഉണ്ടാവില്ല എന്ന് ആരും പറയരുത്. സമയം നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവണ സമയമേ ഉള്ളൂ. ആർക്കും ഏത് കാര്യങ്ങൾക്കും നമ്മളെ മനസ്സിലൊരു ഇൻട്രസ്റ്റ് തോന്നിയാൽ ഒരു ചെറിയ സംഭവം ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 50 രൂപ 50 രൂപ നമ്മളെ കയ്യിൽ വന്നാൽ നമുക്ക് സമയമില്ല എന്ന് തോന്നുന്ന ആ സമയം ഉണ്ടാക്കാനുള്ളത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അതിനുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിൽ വരും. നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒരു ടൈം ടേബിളിൽ ഒരു തുടക്കത്തിലൊന്നും എനിക്ക് തീരെ ഒന്നിനും സമയം കിട്ടില്ല. എങ്ങനെ ഒരു നൈറ്റിയൊക്കെ 2 ദിവസം 3 ഒരു ദിവസം കൈയടിക്കും, ഒരു ദിവസം നെക്കടിക്കും, ഒരു ദിവസം ബാക്കി അടിക്കും. ഇതൊക്കെ എങ്ങനെയെന്ന് വിചാരിച്ചിരുന്ന ഞാനിപ്പോൾ ഒരു ദിവസം 15-16 നൈറ്റി അടിക്കാറുണ്ട്. വിചാരിച്ചാൽ ഒക്കെ നടക്കും. അപ്പം ഞാൻ എൻ്റെ ടൈം ടേബിൾ എന്ത് ചെയ്താൽ തുടക്ക സമയത്തൊക്കെ ഞാൻ അന്നത്തെ ദിവസം വീട് മുഴുവൻ തുടക്കുന്ന ദിവസം ഞാൻ എന്ത് ചെയ്യും, അന്ന് അലക്കൂല, തിരുമ്പൂല എന്നാണ് ഞങ്ങളെ ഭാഷ. അത് പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കണ്ട. അന്നത്തെ ദിവസം എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ ഞാൻ ഒരു അത്യാവശ്യമുള്ള യൂണിഫോമും കാര്യങ്ങളും മാത്രം അലക്കിയിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ വെക്കും. അലക്കുന്ന ദിവസം തുടക്കൂല, തുടക്കുന്ന ദിവസം അലക്കൂല. അതുപോലെ ഓരോരോ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഓരോ ആഴ്ചത്തേക്കുള്ള വിറക് ഒരു ദിവസം ഒന്നായിട്ട് ഒരു ദിവസം എടുത്തേക്കും. തേങ്ങ ഒരു ദിവസം ഒന്നായിട്ട് പൊളിച്ചിട്ട് വെക്കും. ഉള്ളി അതൊക്കെ നമ്മളെ കിച്ചണിൽ നമുക്ക് നേരം വൈകുന്ന സംഭവങ്ങൾ അതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി. ഇവിടെ കാക്കൂൻ്റെ വീട്ടിൽ എന്താ പറയുക, വൈകുന്നേരം മൊത്തത്തിൽ ഫുഡ് പുറത്തുനിന്നൊന്നും വല്ലാതെ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ നമ്മളെ വീട്ടിൽ കൂടുതലും ഉണ്ടാക്കുന്നത് തന്നെ ആവണം എന്നുള്ളൊരു ആൾക്കാരായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെ കൂടെ എല്ലാവരും ന്യൂ ജനറേഷനായി. ഇപ്പം ആർക്കും പുറത്തുനിന്ന് കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ വലിയൊരു കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ടൈം ടേബിൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുത്താൽ ഇന്ന് ഒന്നായിട്ട് ഒരു ദിവസം കൊണ്ട് നിരത്തി പരത്തി ആക്കാതെ ഓരോന്നിനും നമ്മളായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ഒരു ദിവസം, കുറച്ചുള്ള കാര്യങ്ങളുള്ള ദിവസം മറ്റുള്ള പണികൾ കൂടുതലെടുക്കുക. കൂടുതൽ ഓർഡറുള്ള ദിവസം എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും പണിയായിട്ട് തോന്നുന്ന ആ പണി അവിടെ ഒഴിവാക്കി വെക്കുക. ഏറ്റവും വലുത് അതിരാവിലെ ഒരു 5 മണി ആ ടൈമിൽ നമ്മൾ തല നനച്ച് കുളിക്കുക. അപ്പം തന്നെ എന്താ, എന്നിട്ട് കിച്ചണിൽ കയറുക. പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ പറയാം അപ്പോൾ നിസ്കരിക്കാൻ വൃത്തി ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പം എന്ത് ചെയ്യുക, തലയിൽ നന്നായിട്ട് ഷാൾ കെട്ടിയിട്ട് പിന്നെ അലക്കുമ്പോഴാകുമ്പോഴൊന്നും തലയിലേക്കാവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉച്ചയ്ക്ക് കുളിക്കുമ്പോഴാണ് നമുക്ക് ഒരു മയക്കം കാര്യങ്ങളും വരിക. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, നട്ടുച്ചയ്ക്ക് കുളിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ തല നീരിറക്കാം, അതുപോലെ ഒരു മടി, ഉറക്കം തൂങ്ങൽ അതൊക്കെ ഉണ്ടാവും. നമ്മൾ നട്ടുച്ച നമ്മളെന്ത് ചെയ്യും, 2 മണി വരെയുള്ള പണിയൊക്കെ അത് അങ്ങനെ നീട്ടി വെച്ച് 2 മണിക്ക് കുളിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അതിരാവിലെ കുളിക്കണേ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാനും ഇതിനൊക്കെ ഉള്ളൊരു ലെവൽ കിട്ടും. ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതുപോലെ മക്കളെ കൊണ്ടായാലും ഭർത്താവിനെ കൊണ്ടായാലും എന്ത് ചെയ്യുക, അവരവർക്ക് പറ്റുന്ന പണികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ ചിലവരെന്താ വെച്ചാൽ മക്കളോട് ഓല വിചാരം ഭയങ്കര സ്നേഹമാണ് മക്കളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാതെ നിന്നാൽ. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ട് ഓലും കൂടി അറിഞ്ഞ് ചെയ്ത് വരുമ്പോൾ നാളെ വരുന്ന ആ പെൺകുട്ടിക്ക് എന്താവും, ഇതൊക്കെ ശീലമായാലും ഒരു നല്ലതാവും.
അതുപോലെ മക്കൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ കാല് കഴുകിയിട്ടല്ലാതെ അകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ അവർക്ക് ശീലമാക്കി കൊടുക്കുക. അവർ കഴിക്കണം പ്ലേറ്റ് അവരെ കൊണ്ട് തന്നെ കഴുകിപ്പിച്ച് ശീലമാക്കുക. ഈ നൈറ്റികളൊക്കെ ഇതാ പാർസൽ കൊണ്ടുപോകാനുള്ളതാണ്. ഇതൊക്കെ ഓരോരുത്തർക്ക് എടുത്ത് വെച്ചതാണ്. ആകെ 60 പീസാണുള്ളത്. ഇപ്പം ഞാൻ മേലെ പറഞ്ഞ ആ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കൂടുതൽ അടിക്കാനും ഇതിനൊക്കെ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻ്റ് ഇടി. അപ്പോൾ മെറ്റീരിയൽ വേണ്ടപോലെ വേഗം ഇതിൽ മെസ്സേജ് അയക്കുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്ത്. അസ്സലാമു അലൈക്കും.